പഴകിയ ഭക്ഷണം കഴിച്ചാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം. നമ്മുടെ നാട്ടിൽ പഴകിയ ഭക്ഷണം പിടിക്കുന്നത് സാധാരണ വാർത്തയുമാണ്. എന്നാൽ 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സൂപ്പ് ആരെങ്കിലും കഴിക്കാൻ തയ്യാറാകുമോ? എന്നാൽ ഈ സൂപ്പ് കഴിക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്താറുണ്ട്. മാത്രമല്ല, ഇത് വിളമ്പുന്ന കട ഏഷ്യയിലെ മികച്ച ഭക്ഷണശാലകളിൽ ഇടം നേടുകയും ചെയ്തിട്ടുണ്ട്. ബാങ്കോക്കിലെ തിരക്കേറിയ എക്കമായി പ്രദേശത്താണ് വാട്ടാന പാനിച്ച് എന്ന നൂഡിൽസ് സൂപ്പ് കട ഉള്ളത്. ഇവിടെ നൂറ്റാണ്ടിലേറെയായി ഒരേ ഒരു പാത്രത്തിൽ ആണ് ബീഫ് സൂപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 അടി വ്യാസവും 2.5 അടി ആഴവുമുള്ള ഈ കൂറ്റൻ പാത്രം നിറയെ എപ്പോഴും തിളച്ചു മറിയുന്ന സൂപ്പുണ്ടാകും. രാത്രിയാകുമ്പോൾ ഈ പാത്രത്തിലെ സൂപ്പ് ഒരു പ്രത്യേക പാത്രത്തിലേക്ക് മാറ്റും. അതിനുശേഷം പാത്രം വൃത്തിയാക്കിയെടുക്കും. പിറ്റേ ദിവസം പുതിയ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം മാറ്റിവെച്ച സൂപ്പാണ് അടിസ്ഥാനമായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നൂറ്റാണ്ടായി മുടങ്ങാതെ തുടരുന്നത് കൊണ്ട് ഈ സൂപ്പിൻ്റെ ഓരോ തുള്ളിക്കും അത്രയും വർഷത്തെ പഴക്കമുണ്ട്. മാത്രമല്ല, ആ പഴക്കം കൂടിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ റെക്കോർഡ് പഴക്കമാണ് വാട്ടാന പാനിച്ച് സൂപ്പിനെ ലോക പ്രശസ്തമാക്കുന്നത്. തിരക്കേറിയ ഒരു തെരുവിനരികിൽ നടപ്പാതയോട് ചേർന്നാണ് ഈ 2 നില കട സ്ഥിതി ചെയ്യുന്നത്. 3ാം തലമുറയിലെ നട്ടപ്പോങ് കവീന്ദാവോങ് ആണ് ഇപ്പോൾ ഈ കട നോക്കി നടത്തുന്നത്. നട്ടപ്പോങ്ങിൻ്റെ മുത്തശ്ശൻ 60 വർഷങ്ങൾക്ക് മുൻപ് ചാവോ ഫ്രായ നദിക്കരയിലെ ആദ്യത്തെ കടയിൽ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയത് മുതലാണ് ഈ കുടുംബത്തിൻ്റെ സൂപ്പ് പാരമ്പര്യം ആരംഭിക്കുന്നത്. നട്ടപ്പോങ്ങിൻ്റെ അച്ഛനും അമ്മയും ഇപ്പോഴും കടയിൽ സജീവമായി ജോലി ചെയ്യുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കാൻ ദിവസവും ഏകദേശം 150 പൗണ്ട്, അതായത് ഏകദേശം 68 കിലോഗ്രാം ബീഫ് അവർ ഉപയോഗിക്കുന്നു. ഏകദേശം 12ഓളം ചൈനീസ് ഔഷധങ്ങൾ, വെളുത്തുള്ളി, കറുവപ്പട്ട, കുരുമുളക്, മല്ലിയിലയുടെ വേര് എന്നിവയെല്ലാം ചേർത്താണ് ഇത് പാചകം ചെയ്യുന്നത്. വലിയ ബീഫ് കഷ്ണങ്ങൾ ഏകദേശം 7 മണിക്കൂറോളം പാത്രത്തിലിട്ട് വേവിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ രുചികളും ബീഫിലേക്ക് നന്നായി ചേരുമെന്നും 3 മണിക്കൂറിന് ശേഷം ബീഫ് കഷ്ണങ്ങൾ പുറത്തെടുത്ത് ചെറുതാക്കി മുറിച്ച് വീണ്ടും 4 മണിക്കൂർ കൂടി സൂപ്പിൽ വേവിക്കും. മണിക്കൂറുകളോളം തിളച്ചു മറിയുന്ന ഈ പ്രക്രിയയാണ് സ്റ്റൂവിന് ഇത്ര രുചി നൽകുന്നത്. ഓരോ ചേരുവയും എത്ര അളവിൽ ചേർക്കണം എന്നതിന് അവർക്ക് കൃത്യമായ ഒരു പാചകക്കുറിപ്പൊന്നുമില്ല. എന്നാൽ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും രുചി നോക്കി എന്താണ് ചേർക്കേണ്ടതെന്ന് മനസ്സിലാക്കണം. ഇത് വെറും പാചകമല്ല, വർഷങ്ങളുടെ അനുഭവത്തിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു തരം അവബോധമാണ്. ഒരു ചെറിയ കടയാണെങ്കിലും വാട്ടാന പാനിച്ച് ഇന്ന് ലോക പ്രശസ്തമാണ്. മിഷേലിൻ ഗൈഡ് അംഗീകാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഏഷ്യയിലെ മികച്ച ഭക്ഷണശാലകൾക്ക് നൽകുന്ന എസൻസ് ഓഫ് ഏഷ്യ പുരസ്കാരവും നേടി. ഇനി ഇത് മനസ്സിലാക്കി ഇവിടെങ്ങും ആരും തുടങ്ങിക്കളയല്ലേ, കാരണം എല്ലാം അനുകരിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ.